നമുക്ക് ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് ആവേശമൊക്കെ ഏറെക്കുറെ കഴിഞ്ഞു. ഇനി ഫലം അറിയുന്നതിൻ്റെ 2 ദിവസം മുമ്പാണ് ഇതൊക്കെ ഉണരുക. പക്ഷേ ഇനിയും 5 ഘട്ടങ്ങൾ അവശേഷിക്കുന്നു. മധ്യപ്രദേശിലെ ഗ്വാളിയോറിൽ നിന്ന് അർജുൻ പീതാംബരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അർജുനെ, ഇവിടെയും നമ്മൾ പ്രതീക്ഷിച്ച അത്ര ഒരു ആരവം ഉണ്ടായോ? ചില ദിവസങ്ങൾ നോക്കിയാൽ സംശയമാണ്. ഉത്തരേന്ത്യയിൽ എങ്ങനെയാണ്? അടുത്ത ഘട്ടത്തിൽ മധ്യപ്രദേശിൽ ഏതൊക്കെ മണ്ഡലങ്ങൾ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു? ആളുകളിൽ ഈ ഒരു ചൂടൊക്കെ പ്രകടമാണ്. ദിവിഷേട്ടാ, 8 മണ്ഡലങ്ങളാണ് ഇത്തവണ മെയ് 7-ാം തീയതി ഇവിടെ മധ്യപ്രദേശിൽ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. അത് പ്രധാനമായിട്ടും ചമ്പൽ ഗ്വാളിയോർ മേഖലയിലാണ്. ചമ്പൽ മേഖലയിലെ ഒരു 3 മണ്ഡലങ്ങളുണ്ട്, 3 ജില്ലകളുണ്ട്. പിന്നെ ഗ്വാളിയോറിലെ 5 മണ്ഡലങ്ങൾ. പ്രധാനമായിട്ട് 3 സ്ഥാനാർത്ഥികൾ, സ്റ്റാർ കാൻഡിഡേറ്റ്സ് ആണ് ഇത്തവണത്തെ ഈ മൂന്നാം ഘട്ട തിരഞ്ഞെടുപ്പിലുള്ള. ഒന്ന് കേന്ദ്രമന്ത്രിയായിട്ടുള്ള ജ്യോതിരാദിത്യ സിന്ധ്യ, അത് ഗുണ മണ്ഡലത്തിൽ നിന്നാണ്. മറ്റൊന്ന് മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയും BJP നേതാവുമായിട്ടുള്ള ശിവരാജ് സിംഗ് ചൗഹാനുണ്ട്, വിദിഷ മണ്ഡലത്തിൽ നിന്നും. അതുപോലെ തന്നെ രാജ്ഗഡിൽ നിന്നാണെങ്കിൽ ദിഗ്വിജയ് സിംഗ് ഉണ്ട്, കോൺഗ്രസിൻ്റെ നേതാവാണ്, മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്നു. അതിനോടൊപ്പം തന്നെ ഇവിടെ ഇന്ത്യ സഖ്യം വലിയ രീതിയിൽ ഇത്തവണ ഒരു നേട്ടം കൊയ്യാൻ സാധ്യതയുണ്ട്. കാരണം BJP ഒരു കേക്ക് വാക്ക് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും അടിസ്ഥാന വർഗം അല്ലെങ്കിൽ താഴെത്തട്ടിലെ തൊഴിലാളികൾക്കിടയിൽ ഇപ്പോൾ തന്നെ ഈ തൊഴിലില്ലായ്മയും വിലക്കയറ്റവും ദാരിദ്ര്യവും എല്ലാം തന്നെ ചർച്ചയായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അവരൊരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നു. ഇന്ത്യ മുന്നണിക്ക് വലിയ പ്രതീക്ഷയുണ്ട് എന്നുള്ള കാര്യം പറയാനായിട്ട് തന്നെ സാധിക്കും. അങ്ങനെ അവരും ഒരുപക്ഷെ മികച്ച നേട്ടം കഴിഞ്ഞ 2019 പോലും ഒരേ ഒരു സീറ്റിൽ മാത്രമാണ് ഇവിടെ കോൺഗ്രസിന് ജയിക്കാൻ സാധിച്ചത്. അത് സീറ്റ് വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്നുള്ളൊരു വിലയിരുത്തലാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളത്. ഇനി ചോദിച്ചത്, ഇവിടെ വലിയ രീതിയിലുള്ള തരംഗമോ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് ചൂടോ ഒന്നും തന്നെ കാണാനായിട്ട് സാധിക്കില്ല. ആകെയുള്ളത് ഈ മോദി സർക്കാരിൻ്റെ BJPയുടെ 1-2 പ്രചാരണ വണ്ടികൾ മാത്രമാണ്. അത് തന്നെ അവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ മണിക്കൂറുകളായി. അതല്ലാതെ മറ്റ് ജനജീവിതമെല്ലാം തന്നെ സാധാരണഗതിയിൽ പുരോഗമിക്കുന്നു. ഈ കേരളത്തിലെ 26-ാം തീയതി നടന്ന തിരഞ്ഞെടുപ്പിനൊപ്പം തന്നെയാണ് ഇവിടെ. പക്ഷേ കേരളത്തിലെ ഇതുപോലെ അത്ര ബഹളമയമായ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊന്നും നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ പലപ്പോഴും കാണാറില്ല. പിന്നെ പറഞ്ഞതുപോലെ എല്ലാവരും ഇന്ത്യയും ശക്തമായ അവരുടെ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു. ഇന്ത്യ എന്തെങ്കിലും അട്ടിമറികൾ ഉണ്ടാകുമോ എന്ന പ്രതീക്ഷ അവർക്കുമുണ്ട്. കാത്തിരുന്ന് കാണാം.